പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി. ഈ പരിശുദ്ധമായ അൾത്താരയിൽ കയറി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയുവാൻ മാതാവും തിരുക്കുമാരനെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഒരായിരം നന്ദി പറഞ്ഞു തന്നു. എൻ്റെ പേര് ആൻസി. ഞാൻ കാലടിക്കടുത്ത് ചേരാനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നു. ഇത് എൻ്റെ മകൻ 28/5/2023 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് കൃപാസന പത്രം ലഭിക്കുകയും അതിലെ സാക്ഷ്യങ്ങൾ വായിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സാക്ഷ്യങ്ങൾ വായിച്ചതിലൂടെ എനിക്ക് കൂടുതലായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം, മാതാവിനോട് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതും പ്രകാരം ഞാൻ ഇവിടെ വന്നു. ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് ബ്ലീഡിങ് ആയിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വന്ന് കയറിയപ്പോൾ തുടങ്ങി എനിക്കെന്തോ കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മാതാവിനോട് ഞാൻ ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ, എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിതയാക്കാതെ എന്നെ എൻ്റെ വീട്ടിലെത്തിക്കണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ ഉടമ്പടി എടുത്തു, മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിൽ പോകുന്ന വഴി ബസ്സിൽ വെച്ച് തന്നെ ഞാൻ കൃപാസനം പത്രം ബസ്സിൽ എൻ്റെ അടുത്തിരുന്ന ഒരു ബ്രാഹ്മണയായ ഒരു അമ്മയ്ക്ക് കൊടുക്കുകയും അമ്മ ഇവിടെ വരാറുണ്ടെന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്നോട് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം കുടുംബമായിട്ട് എല്ലാവരും പള്ളിയിൽ പോയി കുമ്പസാരിച്ച് ഒരുങ്ങിയതിന് ശേഷമാണ് പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയത്. ബ്ലീഡിങ് തുടങ്ങി. വീട്ടിൽ എല്ലാവരും പറയാൻ തുടങ്ങി, ആശുപത്രിയിൽ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങാൻ പറയണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഡോക്ടറെ കാണാൻ ചെന്നു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് ഡോക്ടർ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ പറഞ്ഞു, യൂട്രസിൻ്റെ ഗർഭാശയത്തിലെ ഭിത്തിയിൽ തിക്നെസ് കൂടുതലാണ്, അതുകൊണ്ട് എന്തായാലും ഡിയാൻസി ചെയ്യണം, ഡിയാൻസി ചെയ്യാൻ തയ്യാറായിട്ട് വരികയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ ആലോചിച്ചിട്ട് പറയാം എന്ന രീതിയിൽ ഡോക്ടറോട് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. വീട്ടിൽ വന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം അടിവയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് കഴിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. എല്ലാ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുടുംബത്തിലെല്ലാവർക്കും ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരയ്ക്കാറുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഹോമിയോ എന്ന് പറഞ്ഞൊരു മനസ്സിലെ ഉള്ളിലേക്ക് ഒരു ചിന്ത വരികയാണ്. അപ്പോൾ എന്തായാലും ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് മാറണില്ല, എന്തായാലും ഹോമിയോയിലൊന്ന് കാണിക്കാമെന്ന് കരുതി ഞങ്ങൾ ഹോമിയോ ഡോക്ടറെ കാണാണ്. ഹോമിയോ ഡോക്ടർ ഒരു സിസ്റ്ററായിരുന്നു. സിസ്റ്റർ പറഞ്ഞു, നമുക്ക് എന്തായാലും നോക്കാം, മരുന്ന് ഒരാഴ്ച കഴിച്ചു നോക്കിയിട്ട് എന്താണെന്നുള്ളത് പറയാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ മരുന്ന് കഴിച്ചു തുടങ്ങി. അതോടൊപ്പം തന്നെ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഒരു മാസത്തിന് ശേഷം എനിക്ക് ഇത് കുറഞ്ഞു വന്ന് ഇപ്പം ഈ ജാനുവരി 2024 തുടങ്ങി ഇതിനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. കഴിഞ്ഞ ഡിസംബറോട് കൂടി ഞാൻ മരുന്നെല്ലാം നിർത്തിയായിരുന്നു. അതിനുശേഷം ഇതേവരെ ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല. അതേ ബ്ലീഡിങ്ങിനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവും ഇതേവരെ എനിക്കില്ല. രണ്ടാമതായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചത് ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. എൻ്റെ ജീവിത പങ്കാളി ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ 8 മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ലായിരുന്നു. ശമ്പളം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. വേറെ ഒരു ജീവിതമാർഗം ഞങ്ങൾക്ക് ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഓഫീസിലെ ഒരു സാറ് എല്ലാത്തിനും തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ടാണ് ഹസ്ബൻഡ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പ് ഞാൻ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്തു വിടുകയും ആ സാറിൻ്റെ ക്യാബിൻ്റെ അകത്ത് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തുടങ്ങി ആ സാറ് ഓഫീസിൽ വരാതെയായി. കാര്യങ്ങൾ പുതിയ മാനേജ്മെൻറ്റ് ഏറ്റെടുത്തു. കാര്യങ്ങൾ പതുക്കെ മുന്നോട്ട് പോയി തുടങ്ങി. അടുപ്പിച്ച് മുടങ്ങിക്കിടന്ന ശമ്പളം കിട്ടിയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കായിട്ട് ഞങ്ങൾക്ക് 2-3 മാസമൊക്കെ കൂടുമ്പോൾ ഒരു മാസത്തേക്ക് ശമ്പളം കിട്ടാൻ ഇടയാക്കി. അതുപോലെ തന്നെ ചെറിയൊരു ജീവിതമാർഗമായിട്ട് ജാതിക്കയുടെ ഒരു ബിസിനസ് തുടങ്ങി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. അമ്മ മാതാവ് ഈശ്വരൻ തന്ന അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി പറയുന്നു. മൂന്നാമതായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ച നിയോഗം എൻ്റെ മകൻ്റെ പഠനമായിരുന്നു. അവൻ 10ൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളിവിടെ വരുന്നത്. അപ്പം ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു ദിവസം അവനെയും കൂടി ഇവിടെ കൊണ്ടുവന്നിരുന്നു. ആരാധന കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അതിനുശേഷം അവൻ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങി. അവൻ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു. കൊന്ത ചെല്ലും, ബൈബിൾ വായിക്കും, വചനങ്ങൾ എഴുതി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ അവന് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു അവൻ. അപ്പോൾ അവന് 10ൽ നല്ല മാർക്ക് ലഭിക്കണം, അപ്പച്ചനെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ നല്ലൊരു റിസൾട്ട് വാങ്ങിച്ച് നല്ലൊരു സ്കൂളിൽ അവൻ ആഗ്രഹിക്കുന്ന വിഷയം തന്നെ പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനായിട്ട് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളും സപ്പോർട്ടായിട്ട് ഞങ്ങളെല്ലാം രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം സ്വന്തമായിട്ട് എല്ലാവരും കൈ കോർത്ത് പിടിച്ച് നിന്ന് മകനെ സമർപ്പിച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവൻ്റെ പരീക്ഷ സമയമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവന് ഉടമ്പടി വസ്തുക്കൾ കൊടുക്കാറുണ്ടായിരുന്നു. പേനയിലും കയ്യിലും ഉടമ്പടി തൈലം കുരിശ് വരച്ച് കൊടുക്കും. അതുകൂടാതെ ഉടമ്പടി ഉപ്പ് കഴിക്കാനും കൊടുക്കും. അങ്ങനെ പരീക്ഷയ്ക്ക് വിടാറുണ്ടായിരുന്നു. അതിനുശേഷം അവൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളും അതോടൊപ്പം പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് മാതാവിൻ്റെ മുല്ലപ്പൂ സുഗന്ധം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. മകന് ലഭിച്ച അനുഗ്രഹങ്ങൾ അവൻ തന്നെ പറയുന്നതായിരിക്കും. ആദ്യമേ തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സ്റ്റീവ്. ഞാൻ ചേരാനല്ലൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അമ്മച്ചി ഉടമ്പടിയുടെ ഫലമായിട്ട് എൻ്റെ ആത്മീയജീവിതത്തിൽ വളരെയേറെ മാറ്റം വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും
കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഒരു ദിവസം രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. വളരെയേറെ സാന്നിധ്യം അനുഭവപ്പെട്ടത് മുല്ലപ്പൂവിൻ്റെ വളരെയേറെ സുഗന്ധമായിരുന്നു. ഒരു 4 ദിവസം കഴിഞ്ഞ് SLC പരീക്ഷയായിരുന്നു. എനിക്ക് വളരെയേറെ ഭയമായിരുന്നു. എങ്ങനെ എഴുതുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ മാതാവ് ഉണ്ടെന്ന വിശ്വാസത്തിൽ ഞാൻ പരീക്ഷ എഴുതാൻ പോയി. എന്നിട്ട് എനിക്ക് ഏകദേശം 96% മാർക്കോട് കൂടി അമ്മ മാതാവ് എനിക്ക് മാർക്ക് തന്നു, ജയിപ്പിച്ചു. അമ്മ മാതാവിന് തിരുക്കുവാനും 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത്, ഞങ്ങൾ ഉടമ്പടി എടുത്ത കുറേ ആളുകൾ ചേർന്ന് ഒരു ഗ്രൂപ്പ്, കൃപാമരിയ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതുവഴി അനാഥാലയങ്ങളിലും മാനസികമായി വെല്ലുവിളി നേരിടുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ ഞങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. അതുകൂടാതെ തന്നെ ഞങ്ങൾ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്ത് പാക്ക് ചെയ്ത് വഴിയരികിലും മറ്റും ഭക്ഷണമില്ലാതെ കഴിയുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാറുണ്ട്. ഞങ്ങൾ കൊണ്ടുപോയ പൊതികൾ തികഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതോടെ ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ഞാനും എൻ്റെ ഹസ്ബൻഡും മകനും എല്ലാം ബൈബിൾ ആദ്യം തുടങ്ങി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പൂർത്തിയായിട്ടില്ല. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ കൃപാസനത്തിൻ്റെ പത്രം റോഡുകളിൽ, ഹോസ്പിറ്റലുകളിൽ, ഓട്ടോ സ്റ്റാൻഡുകളിൽ, പിന്നെ അടുത്തുള്ള വീടുകളിൽ, അങ്ങനെ പലയിടങ്ങളിലും കൊടുക്കും. അവരോട് വേണമെന്ന് ചോദിച്ചിട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ. ആവശ്യമില്ലാത്തവർക്ക് ഞങ്ങൾ കൊടുക്കാറില്ല. ആത്മീയ ജീവിതം ഒത്തിരി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഒരുപാട് ജപമാല ചെല്ലുന്നുണ്ട്. സാക്ഷ്യങ്ങൾ കൂടുതലായി കേൾക്കുന്നു. രാവിലെ തുടങ്ങി ഞങ്ങൾ പള്ളിയിൽ പോയി വന്നതിന് ശേഷം വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോഴായാലും വെറുതെ ഇരിക്കുന്ന സമയത്തായാലും ഒക്കെ സാക്ഷ്യങ്ങൾ കേൾക്കും. ധ്യാനങ്ങൾ കൂടും. അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഇടുകയും ഒക്കെ ചെയ്യാറുണ്ട്. മാതാവും ഈശോയും വഴി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി.